കുറഞ്ഞ മദ്യത്തിന്റെ വിപണനത്തിന് സർക്കാരിന് ബെക്കാഡി കമ്പനി അയച്ച കത്ത് പുറത്തു വന്നിരിക്കുന്നു. MV ഗോവിന്ദൻ എക്സൈസ് മന്ത്രിയായിരിക്കുന്ന കാലത്ത് 2021 ഈ കത്ത് അയച്ചത്. പ്രപ്പോസൽ തയ്യാറാക്കാൻ നികുതി സെക്രട്ടറിക്ക് മന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ നികുതി നിശ്ചയിക്കൽ അടക്കമുള്ള തീരുമാനങ്ങൾ LDF സർക്കാർ എടുത്തിരുന്നില്ല. എന്നാൽ വീര്യം കുറഞ്ഞ മദ്യം എന്ന കാറ്റഗറി ഉണ്ടാക്കി ബെക്കാഡിയെ സഹായിച്ചത് LDF സർക്കാരാണെന്ന് ആരോപിച്ച് എക്സൈസ് മന്ത്രി M ലെജുവും രംഗത്ത് വന്നു. ആർമി ക്യാന്റീനിൽ ബെക്കാഡി ബ്രീസർ ഇപ്പോൾ ലഭ്യമാണെന്നും മന്ത്രി പറഞ്ഞു. വാക്കുകളിലേക്ക്. ഇവിടെ ഇതുണ്ട്, നിലവിൽ ബെക്കാഡി വിൽപ്പന ഉണ്ട്. അത് ആർമി ക്യാൻറ്റീനുകളിൽ നിലവിൽ ഈ ഗവൺമെൻറ് തന്നെ അതിന് പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. LDF ഗവൺമെൻറ് ഇരുന്ന സമയത്ത് തന്നെ അവർ ആദ്യം പെർമിഷൻ കൊടുത്തത്, ടെസ്റ്റ് ഡോസ് ഇട്ടത് കേരളത്തിലെ ആർമി ക്യാൻറ്റീനുകൾ, CRPFൻ്റെ പാരാമിലിറ്ററി നമ്മുടെ ക്യാമ്പുകളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഈ കാര്യമുണ്ട്. പറഞ്ഞാൽ അന്നത്തെ എക്സൈസ് കമ്മീഷന് മുമ്പാകെ ബ്രാൻഡ് കൊണ്ടുവന്ന് അപേക്ഷ കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് ടാക്സ് കുറച്ച്, അവിടെ കൊടുക്കുമ്പോൾ ടാക്സ് കുറവാണല്ലോ, അതുകൊണ്ട് ഇവിടെ വിൽപ്പന നടത്തി തുടങ്ങിക്കഴിഞ്ഞു. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകാനുള്ള തീരുമാനം അഴിമതിയെന്ന് CPIM. മുഖ്യമന്ത്രിയുടെ കാപട്യം ജനം തിരിച്ചറിയുമെന്നും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. അർജുൻ രാജ് വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് എന്നുള്ള ബജറ്റ് പ്രഖ്യാപനം അത് വലിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിവെച്ചു. അതിൽ ഏറ്റവും ഒടുവിൽ ഇന്നലെയാണ് മൗനം വെടിഞ്ഞ് മുഖ്യമന്ത്രി VD സതീശൻ സഭയിൽ ഒരു മറുപടി പറഞ്ഞത്. പല വഴി മറികടന്ന് ഈ വിവാദം ഇപ്പോൾ എവിടെ എത്തി നിൽക്കുകയാണ് അർജുൻ? സേതു, വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം ബെക്കാഡിയുടെ ഭാഗത്തുനിന്ന് കുറെ കാലം മുൻപ് തന്നെ തുടങ്ങിയിട്ടുണ്ട് എന്ന് വ്യക്തമാകുന്നതാണ് ഇന്ന് പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ. 2021 ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് കാറ്റഗറി ഉൾപ്പെടുത്തണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അന്ന് എക്സൈസ് മന്ത്രിയായിരുന്ന MV ഗോവിന്ദന് ഈ ബെക്കാഡി കമ്പനി കത്ത് നൽകുന്നത്. അവരുടെ ഈ 15% കുറവ് ആൽക്കഹോൾ കണ്ടന്റുള്ള മദ്യം, അത് ബ്രീസർ ഉൾപ്പെടെയുള്ള മദ്യം, അത് ഈ സ്ത്രീ സൗഹൃദമായിട്ടുള്ള ഉൽപ്പന്നമാണെന്ന നിലയ്ക്കൊക്കെയാണ് കത്തിൽ വിശദമാക്കുന്നത്. വീര്യം കുറഞ്ഞ ബിയർ വൈന് ആ കാറ്റഗറി നിലവിലുണ്ട്. അത് 15% താഴെയുള്ള കാറ്റഗറിയാണ്. ആ വിഭാഗത്തിലേക്ക് ഈ മദ്യത്തെ കൂടി ഉൾപ്പെടുത്തണം, 15% താഴെയുള്ള ഞങ്ങളുടെ ഉൽപ്പന്നത്തെ കൂടി കാറ്റഗറി ചെയ്യണം എന്നുള്ളതായിരുന്നു ബെക്കാഡി കമ്പനിയുടെ ആവശ്യം. അത് ചെയ്യണമെങ്കിൽ ഒരു അമെൻമെന്റ് വരുത്തുകയും വേണം. ആ ആവശ്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് ബെക്കാഡി കമ്പനി കത്തയച്ചത്. ആ കത്തിൽ അന്ന് എക്സൈസ് മന്ത്രിയായിരുന്ന MV ഗോവിന്ദൻ തുടർ നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മദ്യത്തിന്, വീര്യം കുറഞ്ഞ മദ്യത്തിന് കൃത്യമായിട്ടുള്ള നിർവചനം നൽകിക്കൊണ്ട് ഒരു വിശദമായിട്ടുള്ള റിപ്പോർട്ട് തയ്യാറാക്കണം എന്നായിരുന്നു എക്സൈസ് മന്ത്രിയായിരുന്ന MV ഗോവിന്ദൻ ആ കത്തിലൂടെ ആവശ്യപ്പെട്ടത്. ചില തുടർ നടപടികൾ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് കാണാം. കാറ്റഗറി ചെയ്യപ്പെട്ടു ഈ വീര്യം കുറഞ്ഞ മദ്യം. അത് നിലവിൽ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നതല്ല. അങ്ങനെ ഒരു കാറ്റഗറി കൂടി വന്നു. അതിനായി അബ്കാരി ചട്ടം ഭേദഗതി ചെയ്യുകയും ചെയ്തു. പക്ഷേ എടുത്തു പറയേണ്ടത്, ആ സർക്കാരിൻ്റെ നടപടി അവിടെ നിൽക്കുകയാണ്. അതിനപ്പുറത്തേക്ക് നികുതി ഇളവ് എന്നുള്ളത് അതിൻ്റെ ഏതെങ്കിലും പരിഗണനയിൽ വന്നിട്ടില്ല. ഈ കത്തയക്കുമ്പോൾ 2021 ഈ കമ്പനി കത്തയക്കുന്ന ഘട്ടത്തിലും ഇങ്ങനെ ഒരു നികുതി ഇളവ് ഞങ്ങൾക്ക് വേണം എന്നുള്ള ആവശ്യം ഈ കത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടില്ല എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ്. അതായത് ആ നീക്കങ്ങൾ നടത്തിയിട്ടുള്ളത് പുതിയ സർക്കാർ വന്നതിന് ശേഷമാണ്. ആ കമ്പനി, ബെക്കാഡി കമ്പനി അന്ന് എന്താണോ ആവശ്യപ്പെട്ടത് അത് കാറ്റഗറി ചെയ്യുക എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് LDF സർക്കാർ പോയിട്ടുണ്ട്. പക്ഷേ ആ സർക്കാർ ആ സമയത്ത് അത് പറയുന്നത് കാർഷിക ഉൽപ്പന്നങ്ങൾ, പഴവർഗ്ഗങ്ങൾ എന്നിവയ്ക്ക് ആ രീതിയിലുള്ള മദ്യം ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അത്തരത്തിൽ ഉള്ള നിർദ്ദേശം, മദ്യനയം നടപ്പാക്കിയത് എന്നാണ് LDF സർക്കാർ വാദിച്ചത്. ഈ സർക്കാർ അവിടെ നിന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതായത് അധികാരത്തിലേറി പിറ്റേന്ന് തന്നെ ഈ ഫയൽ നീക്കം ആരംഭിച്ചു. അത് നികുതി ഇളവ് എന്നുള്ള പുതിയൊരു കാര്യമാണ് ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടൊക്കെ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയി. ശരി, പുതിയ എക്സൈസ് മന്ത്രിയും പഴയ എക്സൈസ് മന്ത്രിയും ഒക്കെ ഈ വിഷയത്തിൽ ഇന്ന് മാധ്യമങ്ങളെ കണ്ടതാണ്. ഇപ്പോൾ വിവാദം പുതിയൊരു തലത്തിലേക്ക് നീങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അർജുനാണ് വിവരങ്ങൾ നൽകിയത്.